ഹായ്. അപ്പം ഇന്നിപ്പോൾ കുറച്ചധികം പണികളുണ്ട് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഞാൻ ചായക്ക് കടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഇന്നലെ വൈകുന്നേരം എൻ്റെ മൂത്തമ്മൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊറാട്ടയും കറിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊറാട്ട ബാക്കി ഉണ്ടായപ്പോൾ അത് ഞാൻ പുട്ടും തൂക്കിലിട്ടിട്ട് ആവി കയറ്റിയെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതേക്ക് ഞാൻ കറി വെള്ളക്കടല കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ പുട്ടും കുറ്റിയിട്ട് ആവി വെച്ചാൽ പൊറാട്ട നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞാൻ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന വീടിൻ്റെ ബാക്ക് ഭാഗത്ത് ഞാനൊരു വേപ്പ് മരം കുഴിച്ചിട്ടാട്ടാ. അതങ്ങനെ ആയിക്കണത് ഞാൻ എൻ്റെ മക്കളെ നോക്കണ പോലെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആയി കിട്ടിയിട്ടുള്ളത്. കുറേ കൊടുന്ന് ഇങ്ങനെ കുഴിച്ചിടും, പക്ഷെ അത് നന്നാവൂല, അങ്ങനെ കേടായിപ്പോയി. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് നേരായി കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട് പണി ഇതാ വാർപ്പ് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇൻഷാ അല്ലാ ഇനി അടുത്ത പണി തുടങ്ങണം. പിന്നെ ഇതാ നാരങ്ങ കവറിലാക്കിയിട്ട് കവറിന്ന് കെട്ടയച്ച് വെച്ചിട്ടൊന്നും ഇട്ടിട്ട് ഇനിയിപ്പോൾ അത് റെഡിയാക്കാനുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഇക്കാക്ക് വെള്ളിയാഴ്ച അതുകൊണ്ട് ലീവാണ്. അപ്പം ഇനിയിപ്പോൾ ഇന്നലെ മിക്സഡ് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറൊക്കെ ഇന്നിപ്പോൾ ബോട്ടിലാക്കാനുണ്ട്. ഇന്നലെ പിന്നെ ഈത്തപ്പഴം നാരങ്ങയും കാന്താരി മുളകും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബോട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കർ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അച്ചാറാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സുർക്കൻ്റെ കുപ്പി 2 ഭാഗം കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ബോട്ടിലാക്കലെന്ന്. അപ്പം അങ്ങനെ തന്നെ നമ്മൾ ഓരോന്നും കുറേയൊക്കെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ഇതേ ഒരു കളറ് ഉള്ളത്. അപ്പോൾ കമൻറ്റിൽ 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ കേടാവാതിരിക്കാനെന്ന്. ഒന്നാമത് കേടാവാതിരിക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ അച്ചാർക്ക് കട്ട് ചെയ്യുന്ന സാധനങ്ങളൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമ്മൾ കഴുകി ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ അച്ചാറിലിടുന്ന കയ്യിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പിന്നെ നല്ലെണ്ണയിലാണ് ഇടല്, അപ്പോൾ പിന്നെ കേട് കൂടാതെ ഇരിക്കുള്ളൂ. ഓയിലും വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ. നല്ലെണ്ണ ആകുമ്പോൾ പിന്നെ കുറേ കാലം അച്ചാർ കേടാവാതെ ഇരിക്കും. അപ്പോൾ ഇത് അച്ചാറൊക്കെ ബോട്ടിലാക്കി പിന്നെ ഇത് അയൺ ചെയ്യുന്നുണ്ട്. അയൺ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ അതിൻ്റെ മൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അയൺ ചെയ്ത് ഇങ്ങനെ ഈ ഇത് അയിമ അമർന്ന് നിൽക്കണം കേട്ടോ. അങ്ങനെ നല്ല നല്ല ചൂടിൽ ഇങ്ങനെ പ്രസ് ചെയ്യണം. പിന്നെ നമ്മൾ സ്റ്റിക്കർ എവിടെ നിന്നാണ് വാങ്ങണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. സ്റ്റിക്കർ നമ്മൾ പ്രിൻ്റ് എടുക്കണോടത്തുനിന്ന് ആണ് കേട്ടോ അങ്ങനെയാണ് സ്റ്റിക്കർ അടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ബോട്ടിലൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ മൂടിയിട്ട് കൊടുക്കണോണ്ട് ഇനിയിപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കാനൊക്കെ